ഇപ്പോൾ ഒരു കല്യാണത്തിന്റെ ചടങ്ങുകളെക്കുറിച്ചോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പോഡ്കാസ്റ്റ് ചാനൽ എടുത്ത് നോക്കിയാൽ മതി. ഇനി എന്തെങ്കിലും തീമുകൾ കാര്യങ്ങൾ ഇതൊക്കെ അവിടെ വന്ന് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ ഒന്നും കൂടിയുണ്ട്, വെന്യൂ സീരീസ്. അത് വെന്യൂ സീരീസ് ഉണ്ട്, അതുപോലെ കിഡോസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് വെന്യൂ സീരീസ് എന്ന് പറഞ്ഞത് ശരിക്കും കേരളത്തിലുള്ള എല്ലാ വെന്യൂസിനെ പറ്റിയും പറയുന്ന ഞങ്ങൾക്ക് ഒരു ചാനലുണ്ട്. അത് വരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഫേസ് ചെയ്ത ചില പ്രശ്നങ്ങൾക്ക് അതേപോലെ തന്നെ സെയിം പ്രശ്നങ്ങൾ മറ്റുള്ള ഇവന്റ് കമ്പനീസ് ഫേസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മറ്റുള്ള ക്ലയൻസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് നമ്മളെ കൊണ്ട് പറ്റും വിധം ചെറിയ ചെറിയ സൊല്യൂഷൻസ് കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതെ, അതിന്റെ ടിപ്സ് അല്ല, ശരിക്കും ഒരു വെന്യൂവിന്റെ നമ്മൾ റിവ്യൂ പലരും ചെയ്യുന്ന കണ്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റേജ് ഇവിടെ വെക്കാൻ പറ്റും, ഇതിന്റെ മെഷർമെന്റ്സ് എങ്ങനെയാണ്, ഇതുവഴി എങ്ങനെ പോയിട്ട് ഇറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ടീമുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ക്ലയൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരു വെന്യൂവിനെ പറ്റിയുള്ള സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 10-40 വെന്യൂസിന്റെ ഇത് നമ്മൾ ചെയ്തു. ഇനി ഈ പറയുന്ന പോലെ പൈപ്പ് ലൈനിൽ ഒത്തിരി വെന്യൂസ് കിടപ്പുണ്ട്. ബിക്കോസ് ഒരു ഇവന്റ് പ്ലാനർക്ക് ഇപ്പം മേ ബി കണ്ണൂരുള്ള ഒരാളായിരിക്കാം, ആ ആള് പത്തനംതിട്ട അല്ലെങ്കിൽ കൊല്ലത്ത് ഒരു ഇവന്റ് എടുക്കുമ്പോൾ അവിടുന്ന് അവർ ട്രാവൽ ചെയ്ത് ജസ്റ്റ് ഒരു കോളിന് വേണ്ടിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവിടെ നിന്ന് വരുന്നത് കുറച്ച് ടാസ്ക്കാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെന്യൂ സീരീസ് കൊണ്ട് അപ്പം ഈ കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു ഇവന്റ് പ്ലാനർക്ക് ചിലപ്പം കൊല്ലത്തു നിന്ന് ഒരു എൻക്വയറി ആയിരിക്കാം. ഈ ജസ്റ്റ് ഒരു എൻക്വയറിക്ക് വേണ്ടി ആൾ അവിടുന്ന് ട്രാവൽ ചെയ്ത് ഒരു ദിവസം ഫുൾ ഡേ കളഞ്ഞ് ഇവിടെ എത്തി, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു കൊല്ലത്തെ ഒരു പർട്ടിക്കുലർ ഹോളിനെ പറ്റി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അത് ലീല റാവിസ് ആയിരിക്കാം, അപ്പോൾ ഈ റാവിസിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ വീഡിയോയിൽ ഇവിടെ ഏതൊക്കെ വെന്യൂസ് ഉണ്ടെന്നും അല്ലെങ്കിൽ ആ ഒരു മെഷർമെന്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം ആൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ ഇത് വെച്ചിട്ട് ക്ലയന്റിനോട് സംസാരിച്ചിട്ട് നെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു വിസിറ്റ് നടത്തിയാൽ മതിയാവും. ഓൾറെഡി മാക്സിമം പ്ലാൻ എല്ലാം ഓൺലൈനിൽ കൂടി തന്നെ നടക്കും. അതെ. അപ്പോൾ ഇവന്റ് ടീമിന് കുറച്ചുകൂടി അതൊരു സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ വെന്യൂ സീരീസ് നമ്മൾ പ്ലാൻ